ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. ബീഫ് റോസ്റ്റ്. ഒക്കെ ഫാദേഴ്സ് ഡേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഫാദേഴ്സും ഇഷ്ടപ്പെടുന്നല്ലേ, ഫാദേഴ്സിനൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ബീഫ് റോസ്റ്റ്. അപ്പം ഇവിടുത്തെ ഫാദറിനും എല്ലാവർക്കും വേണ്ടിയിട്ടേ. അപ്പം നിങ്ങൾക്കും ഇതുപോലൊരു ബീഫ് റോസ്റ്റ് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ബീഫ് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുക. ഇതൊരു 2 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 കിലോ ബീഫിങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആദ്യം നമുക്കിതൊന്ന് കുറച്ച് മസാലയൊക്കെ പറ്റി ഒന്ന് വെക്കണം. ഓക്കെ, കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു കുറച്ച് ജിഞ്ചറും ഗാർലിക്കും കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, ചില്ലി പൗഡറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഇതിപ്പോൾ 2 കിലോ ഉണ്ട്. 2 കിലോ ഉള്ളതുകൊണ്ട് ഞാനൊരു 12 ഗാർലിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 കഷ്ണം ജിഞ്ചർ, പിന്നെ കുറച്ച് 1/4 കപ്പ് സ്ലൈസ്ഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രഷായിട്ട് നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഇടുമ്പോൾ. ഓക്കെ, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 2.5 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് 2 കിലോയുടെ മെഷർമെൻറ്റാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളിപ്പോൾ 1 കിലോ ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് മെഷർമെൻറ്റ് എടുത്ത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് ഇഞ്ചിയും ഗാർലിക്കും ചതച്ചിട്ട് പിന്നെ ഈ പൊടികളൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഈ ബീഫിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇത് ചതച്ചിട്ട് വരട്ടെ. ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ജിഞ്ചറും ഗാർലിക്കും ഇങ്ങനെ ചതച്ചെടുത്തു. ആണെങ്കിൽ 12 കഷ്ണം ഗാർലിക്കും ഒരു 3 ചെറിയ കഷ്ണം, ഒരു 1/2 ഇഞ്ച് സൈസിലെ 3 കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു. ഓക്കെ, അതിങ്ങനെ ചതച്ചെടുത്തു. ഇനി നമുക്ക് ഇതില്ലേ 1/4 കപ്പ് തേങ്ങ കൊത്ത് അത് അരിഞ്ഞ് വെച്ച് ഇട്ടു. അത് കഴിയുമ്പോൾ നമുക്ക് പൊടികളില്ലേ, എടുത്ത് വെച്ച പൊടികളില്ലേ, മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അതുകൂടെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അതിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ഇട്ടു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ മിക്സ് ചെയ്തതിനിപ്പോൾ നമുക്ക് ഈ ബീഫിനകത്തോട്ട് ഇത് പുരട്ടി കൊടുക്കാം. ഇപ്പം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനിയിപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കാം. കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയായിരിക്കും. എന്നിട്ട് ഇനിയിപ്പോൾ ബീഫിനൊക്കെ വെള്ളം ഇറങ്ങി വരും. ഓക്കെ, അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നമുക്കിനിപ്പം ഇന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിവിടെ ബീഫ് കുക്ക് ചെയ്യാൻ വെച്ചേക്കുക. അപ്പോഴത്തേക്കും നമുക്കത് ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, കുറച്ച് ഷാലറ്റ്സും ഉണ്ട്. ഓക്കെ, ചെറിയ ഉള്ളി ആയിരിക്കും ടേസ്റ്റ് കിട്ടും. അപ്പം ഉള്ളിനേക്കാളും നന്നായിരിക്കുന്നത് ചെറിയ ഉള്ളിയോ ഷാലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ. അപ്പം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നീളത്തിൽ കട്ട് ചെയ്യാം. അപ്പം ഞാൻ പറയാം എത്ര കപ്പ് ഉണ്ടെന്ന് ഇത്. ഓക്കെ, പിന്നെ ഒരു 12 ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി. ഓക്കെ, 1 ഇഞ്ച് സൈസിൽ 2 കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 20 പച്ചമുളക്, കുറച്ച് കറി ലീഫ്. ഇത് ഞാൻ 2 കിലോയുടെ ആണ്, അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, പിന്നെ കുറച്ച് ഒരു 1/4 കപ്പ് തേങ്ങ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് തേങ്ങയിൽ നിന്ന് ഫ്രഷായിട്ട് എടുത്ത് വെച്ചത്. ഓക്കെ, ഫ്രോസൺ ഒന്നുമല്ല. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കുമ്പം. അപ്പം നമുക്ക് ആദ്യം ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വരാം. ഇപ്പം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് പയ്യെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഈ ഉള്ളിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഗാർലിക്കും ജിഞ്ചറും ഇതുപോലെ കട്ട് ചെയ്ത് കറി ലീഫൊക്കെ റെഡിയാക്കി വെച്ചേക്കുക. ഇതുപോലെ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിനി ഈ ഉള്ളിയും ഗാർലിക്കും ജിഞ്ചറൊക്കെ വഴറ്റിയിട്ട് ഈ മസാല ഒന്ന് വറുത്ത് പൊടിച്ച് അതിനകത്തോട്ട് ചേർക്കണം. അതിനായിട്ട് ഞാൻ 1.25 ടേബിൾ സ്പൂൺ പെപ്പർകോൺസ്, 2.5 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്, ഒരു
30 ഗ്രാമ്പു എടുത്ത് വെച്ചിട്ടുണ്ട്, 12 കാർഡമം, ഒരു 6-7 സിനമൺ സ്റ്റിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ കൂടുതൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ അത് കഴിയുമ്പം ഈ മസാല അതിനകത്തോട്ട് ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ കൊറിയാണ്ടർ പൗഡറും ചില്ലി പൗഡറും കുറച്ച് ടർമറിക് പൗഡറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചില്ലി പൗഡർ 5 ടേബിൾ സ്പൂൺ ഉണ്ട്, കൊറിയാണ്ടർ പൗഡർ ഒരു 7-7.5 ടേബിൾ സ്പൂണും ടർമറിക് പൗഡർ 2.5 ടീസ്പൂണും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ അതെല്ലാം വഴറ്റി പിന്നെ നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ച ബീഫ് കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതാണ് നമ്മൾ ലാസ്റ്റ് സീസണിങ് ചെയ്യാനുള്ള സാധനങ്ങൾ. കുറച്ച് ഉള്ളി, ഒരു 6 കഷ്ണം ചെറിയ ഉള്ളിയും ഒരു 1/4 കപ്പ് തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്ത്, കുറച്ച് കറി ലീഫ്, ഒരു ടീസ്പൂൺ ഫെനൽ സീഡ് പൊടിച്ചത്, പച്ച ഫെനൽ സീഡ്. ഓക്കെ, വറുത്തിട്ടൊന്നും ഉള്ളതില്ല. അതുപോലെ തന്നെ പെപ്പർകോൺസ് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഇതെല്ലാം വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പിഞ്ച് ടർമറിക് പൗഡറും ഒരു പിഞ്ച് ചില്ലി പൗഡറും ആഡ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയായിട്ടുള്ള ഇങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇതൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചേക്കാം. ഓക്കെ, പാൻ വെച്ച് ചൂടായി വരുന്നുണ്ടപ്പോഴത്തേക്കും ഇതില്ല നമ്മൾ എടുത്ത് വെച്ച ബോൾ മസാല ഇട്ട് കൊടുത്ത് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ട് ഞാനിപ്പം പൊടിച്ചെടുക്കാൻ പോവാം. ഇതിപ്പോൾ ഇതിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വഴറ്റാൻ തുടങ്ങാം. ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായി വരും. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇട്ടിയെടുക്കാം. ഓക്കെ, ഇഞ്ചി ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഓക്കെ, അത് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടില്ല, അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഫ്ലെയിം കൂട്ടി വെക്കാം, പക്ഷേ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കരിഞ്ഞു പോവാതെ നോക്കുക. ഓക്കെ, ഞാനിച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനിപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഇത്രേ ഉള്ളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നമുക്ക് ഈ ഉള്ളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇടയ്ക്ക് വഴങ്ങുന്നത് ഇതിപ്പം ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്കിനി ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്ത് ഇതിനേക്ക് വഴറ്റുകൊണ്ട് നമുക്ക് ഇതിന് കറി ലീഫിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി ലീഫ് ഇതിനൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ആ മസാലയില്ല മസാല പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കും. പൊടിച്ചിട്ട് മസാല ഇട്ട് കൊടുത്തു. ഈ മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളോടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിന് എണ്ണ ഇപ്പോൾ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ. ഓക്കെ, ഫ്ലെയിം കുറച്ച് വെച്ചേക്കണം നല്ലത്. ഓക്കെ, ഇനിയിപ്പം ഈ പൊടികളൊന്നും അങ്ങനെ കരിഞ്ഞു പോകാതൊക്കെ നമുക്ക് എടുക്കണം. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോൾ 2-3 മിനിറ്റ് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം കുക്ക് ചെയ്ത് വെച്ച് ബീഫ് കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കുക്ക്ഡ് ബീഫും മസാലയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ചേക്കാം നമുക്ക്. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇങ്ങനെ മസാലയെല്ലാം പിടിച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, എല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് കടുക് ഇറക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഇത് സീസണിങ് ചെയ്യാനുള്ള ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കടുക് എടുത്തിട്ട് ടേബിൾ സ്പൂൺ കടുകും നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് വറുക്കണം. ഓക്കെ, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ,
കടുക് ഇട്ട് കൊടുത്തു. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിട്ട് കൊടുക്കും. ഇതെല്ലാം ഇങ്ങനെ മൂത്ത് വെച്ചിട്ട് എല്ലാം നന്നായിട്ട് വറുത്ത് കടുകൊക്കെ പൊട്ടി വറുത്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ കറിവേപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിയില്ല പെപ്പർ പൗഡറും ഫെനൽ പൗഡറും ഇട്ട് കൊടുക്കാം. ഈ പെപ്പർ പൗഡറും ഫെനൽ പൗഡറും കൂടെ പൊടിച്ചത് ഇട്ടിട്ട് വരുന്നു. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊക്കെ ഈ പൊടിയില്ല നമ്മളെടുത്ത് വെച്ചാൽ മുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ സീസണിങ് ഒക്കെ റെഡിയായിട്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അടുത്താണ് മെയിൻ സ്റ്റെപ്പൊക്കെ. നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5-6 മിനിറ്റ് എണ്ണയിലിട്ടൊന്ന് ഇളക്കി നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ അടച്ചു വെച്ചിരുന്നിട്ട് അപ്പം മസാല അതുമെല്ലാം നമ്മൾ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് എണ്ണയിലിട്ട് ഇന്നത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇതിനെയൊക്കെ നല്ല ടേസ്റ്റിയാക്കി എടുക്കണം. ഓക്കെ, ഞാനിത് ഫുള്ളിനകത്തോട്ട് ഇട്ടിട്ടൊക്കെ ഇതിപ്പം ഇതെല്ലാം ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിന്. ഇപ്പം നമുക്ക് പയ്യെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയൊക്കെ നന്നായിട്ട് കരിയാതൊക്കെ നോക്കുക. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിട്ടൊക്കെ ഇങ്ങനെ ഓയിലിൽ നമ്മുടെ കടുവറുത്ത എണ്ണയിൽ ഇട്ടിങ്ങനെ ഒന്ന് ഇളക്കുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. വെയിറ്റിംഗ് ഫോർ ബീഫ് റോസ്റ്റ് ആണോ? ഇതാണ് ഞങ്ങൾ കൊക്കൊച്ച്. കിച്ചൻ്റെ താഴെ വന്ന് കിടക്കുക. അല്ല ചിന്തിപ്പോ എന്നെ കൊച്ചപ്പം കൊണ്ടോ ബീഫ് റോസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കും. ഓക്കെ, ഇതിപ്പം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇപ്പം ചാറ് കുറുകി വരുന്നിടം വരെ ഇളക്കിയെടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് കറി ലീഫ് കൂടെ എൻ്റെ പുറത്ത് വന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു സെർവിങ് ബോളിലോട്ടൊക്കെ മാറ്റി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക. ഒരു 10 മിനിറ്റോളം ഞാൻ ഈ നമ്മൾ കടുവറുത്ത എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്ത് കേട്ടോ, കുറുകി വരുന്നിടം വരെ. ഓക്കെ, അപ്പോഴാണ് ഈ ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടുന്നത്. ഇതിപ്പോൾ ഒരു സെർവിങ് ബോളിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഫാദേഴ്സ് ഡേക്ക് നിങ്ങളെല്ലാവരും വെച്ച് കൊടുക്കുക ഫാദേഴ്സിന്. ഓക്കെ, ഹാപ്പി ഫാദേഴ്സ് ഡേക്ക് വേണ്ടി എനിക്കൊന്ന് എല്ലാ ഫാദേഴ്സിനും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ബീഫ് റോസ്റ്റ് അല്ലേ. അതുകൊണ്ടാണ് ഫാദേഴ്സ് ഡേക്ക് വെച്ച് ഇവിടുത്തെ ഫാദറിനും ഇഷ്ടമാണ്. ഞാൻ ഈ ബീഫ് കഴിക്കത്തില്ല. അപ്പം എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ ആരെങ്കിലും കഴിച്ചിട്ട്. അപ്പം അതെ ഇവിടുത്തെ ഫാദർ ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം ഇത് എല്ലാ ഫാദേഴ്സിനും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക ഈ ബീഫ് റോസ്റ്റ്. ഓക്കെ, എനിക്കത് യൂഷ്വലി എല്ലാ ഫാദേഴ്സിനും ഇഷ്ടമുള്ള ഒരു എന്താ പറയുക ഒരു ഡിഷല്ലേ ഈ ബീഫ് റോസ്റ്റ്. അപ്പം അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി. ഇവിടുത്തെ ഫാദറിനും ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബീഫ് റോസ്റ്റ്. അപ്പം എന്തേ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുക. അതെ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബീഫ് റോസ്റ്റ്
ഇതാണ് പൊറോട്ടയൊക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇവിടുത്തെ ഫാദർ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഹാപ്പി ഫാദേഴ്സ് ഡേക്ക് വെച്ചിട്ടല്ലേ. ഇവിടുത്തെ ഫാദർ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബീഫ് കഴിക്കില്ല, അതുകൊണ്ട് ടേസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി. അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റി. ഓക്കെ, അപ്പം എല്ലാ അച്ഛന്മാർക്കും ഉണ്ടാക്കി കൊടുക്കുക ഹാപ്പി ഫാദേഴ്സ് ഡേക്ക്. ഇത് ഇവിടുത്തെ ഫാദറിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ബീഫ് റോസ്റ്റ്. അപ്പോൾ എല്ലാ ഫാദേഴ്സിനും ഇഷ്ടമായിരിക്കും അല്ലേ, യൂഷ്വലി അവർക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരിക്കും ബീഫ് റോസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ഫാദർ കഴിച്ചിട്ട് പറഞ്ഞ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ഫാദേഴ്സ് ഡേ. ഞങ്ങളുടെ കൊച്ചപ്പന എന്ത് കൊക്ക ഉണ്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.